അനധികൃതമായി സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവരുടെ എണ്ണം പ്രസിദ്ധീകരിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട പേര് വിവരങ്ങളും മറ്റും നൽകാതെ ഒഴിഞ്ഞുമാറി സർക്കാർ. അർഹതപ്പെട്ടവർക്ക് പെൻഷൻ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയരുമ്പോഴാണ് സർക്കാർ നടപടി എന്നതും ആരോപണത്തിന് ഇടയാക്കുന്നു. സംസ്ഥാനത്ത് 1458 ഉദ്യോഗസ്ഥർ അനധികൃതമായി സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതായുള്ള ഇൻഫർമേഷൻ കേരള മിഷന്റെ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ തേടിയത്. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയതായി കണ്ടെത്തിയവരുടെ പേരും മേൽവിലാസവും നൽകുക, ഉദ്യോഗസ്ഥർ ഏതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴിയാണ് പെൻഷൻ കൈപ്പറ്റിയത് എന്ന വിവരം ലഭ്യമാക്കുക, ഓരോ ഉദ്യോഗസ്ഥനും വാങ്ങിയ തുക എത്രയെന്ന പട്ടിക തിരിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് വിവരാവകാശ അപേക്ഷയിലൂടെ തേടിയത്. എന്നാൽ ഇവയ്ക്ക് കൃത്യമായ മറുപടി നൽകിയില്ലെന്നു മാത്രമല്ല, ധനകാര്യ വകുപ്പാണ് ഇത് നൽകേണ്ടത് എന്ന മറുപടിയാണ് ഇൻഫർമേഷൻ കേരള മിഷനിൽ നിന്ന് ലഭിച്ചത്. അനധികൃതമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ പുറത്തുവിടാതെ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കൈക്കൊണ്ടിരിക്കുന്നത്. അനധികൃതമായി കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാട് യഥാർത്ഥത്തിൽ ഇത് ലഭിക്കേണ്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കേണ്ട യഥാർത്ഥ പാവപ്പെട്ടവരെ പറ്റിക്കുന്ന, അവരെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്. സംസ്ഥാനത്ത് നിരവധി പേർ സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കാതെ വലയുമ്പോഴാണ് അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ കൈക്കൊള്ളുന്നതെന്ന ആരോപണവും ഉയരുന്നു. ജനം, കൊച്ചി.